ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടു, ചേച്ചി എന്താ ഡെയിലി വ്ളോഗ്സ് ഒന്നും ഇടാത്തതെന്ന്. ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇടണമെങ്കിൽ നല്ല നല്ല കോണ്ടൻറ്റ് വേണ്ടേ? അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് കുറച്ച് മാമ്പഴമൊക്കെ കഴിച്ച് നമുക്കിന്ന് ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാം. അങ്ങനെ നമ്മളിന്ന് പാർക്കിലേക്കാണ് ഗൈസ് പോകുന്നത്. ഇത് കണ്ടു, ഇതെൻ്റെ അമ്മയുടെ ഗാർഡനാണ്. ഇവിടെ അങ്ങ് സ്നേക്ക് പ്ലാന്റ് തൊട്ട് അങ്ങ് തക്കാളി വരെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് പാർക്കിലേക്ക് നടക്കാൻ പോവാം. ഞാനും അമ്മയും അച്ഛനും ഉണ്ടേ. അങ്ങനെ നമ്മൾ പാർക്കെത്തി. ഇത് അൽക്കോർ പാർക്കാണേ, നമ്മുടെ വീടിന് ഓപ്പോസിറ്റാണ് ഈ പാർക്ക്. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഫ്രണ്ടിൽ നടന്നു. കാരണം എനിക്ക് നടക്കുന്നതേ ഇഷ്ടമല്ല. ഞാൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, എനിക്ക് നടക്കാൻ വയ്യേ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനത് പറഞ്ഞ് അലച്ചു വിളിച്ച് ഇവിടെ വന്നങ്ങിയിരുന്നു. നമുക്ക് കുറച്ച് പൂക്കളൊക്കെ കണ്ടിട്ട് ഇവിടെ അങ്ങ് ഇരിക്കാന്നേ, അവർ നടന്നിട്ട് വരട്ടെന്നേ. ഈ ഇടയായിട്ട് ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ, ആ ഷൂലേസ് കഴിഞ്ഞിട്ട് അത് കെട്ടാൻ വയ്യാതെ ആരെങ്കിലും വന്ന് കെട്ടിത്തരുമോ എന്നുള്ളൊരു എക്സ്പ്രഷനാണ് ഞാനായിടുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും നടന്ന് കഴിയാറായി. അപ്പോൾ ഇവരുടെ ലാസ്റ്റ് റൗണ്ട് ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോകാം. അച്ഛൻ എന്താ ഇത്രയും സ്പീഡ് നടക്കുന്നതെന്നായിരിക്കും. ആ മക്ഡി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബർഗർ വേണമെന്ന്. അതുകൊണ്ട് അച്ഛൻ ഇനി ഇതേ സ്പീഡ് വീട് വരെ എത്തും. ആ അഴിഞ്ഞ ഷൂലേസുമായിട്ട് ഞാൻ വീടെത്തി ഗൈസ്. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചു, ചേച്ചി ഏത് നെയിൽ പോളിഷ് ഇടുന്നതെന്ന്. ഇത് സ്റ്റുഡിയോടെയാണ്. ഇത് 79 രൂപ മാത്രമേ ഉള്ളൂ ഇതിന്. പിന്നെ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു ഞാനിത് അങ്ങനെ ഉണക്കുന്നതെന്ന്. ഇതെങ്ങനെയാണ് ഞാൻ ഉണക്കുന്നത്, അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഡിന്നറൊക്കെ കഴിച്ച് എന്തെങ്കിലും ഡിന്നറോ ലഞ്ചോ ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് മധുരം വേണം ഗൈസ്. അപ്പം നിങ്ങൾ ഓർക്കും എനിക്ക് കഴിപ്പ് മാത്രമേ ഉള്ളൂ. ഇല്ലാന്നേ, നമുക്കൊരു ഊനമൊക്കെ കളിച്ച് കുറച്ച് നേരം പഠിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങാന്നേ. അപ്പോൾ ഓക്കെ.